നമുക്കൊരു കാര്യം ചെയ്യാം, തുറക്കാം. പരാതിപ്പെട്ടി തുറക്കുന്നതിന് ഇത് ഞാൻ മേടിച്ചതാണ് കൈപ്പൂട്ട്. ഇതിന്റെ 11 gram 10 പൈസ അത് എനിക്ക് തരണം. കൂടി ഉണ്ട്. ഞാൻ ഓരോന്ന് പരാതികൾ എടുത്തിട്ട് ഓരോന്നും വായിച്ചു. ബഹുമാനപ്പെട്ട എച്ച്.എം. അറിയുന്നതിന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെതിരെ ഈ സ്കൂളിൽ ലഹരി വിരുദ്ധ റാലിയും സത്യപ്രതിജ്ഞയും നടത്തിയല്ലോ. നടത്തി. അതിന് നേതൃത്വം കൊടുത്ത മന്മഥൻ സാറും സുഗതൻ മാഷും കഴിഞ്ഞ ശനിയാഴ്ച അടിച്ചു ഫിറ്റായി ബാറിന്റെ മുന്നിലൂടെ ആടി നടക്കുന്നത് കണ്ടു. നടപടിയെടുക്കണം. എന്താണ് സാറുമാരേത്? നിങ്ങളൊക്കെ അധ്യാപകരാണോ നിങ്ങള്? അല്ല, അത് അങ്ങനെ ഞങ്ങളെ കുറ്റം പറയരുത്. എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ബാറ്. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ അതിലെ പോകുമ്പോ ബാറിന്റെ മുന്നിൽ വെച്ച് മന്മഥൻ മാഷെ കണ്ടു. നിങ്ങൾ സംസാരിച്ചു. അത് കണ്ട് ആ കൊച്ചു തെറ്റിദ്ധരിച്ചാണ് ഈ കംപ്ലൈന്റ് തന്നിരിക്കുന്നത്. അല്ല, നിങ്ങള് ആടി പോയി. അങ്ങനെ ആടി പോകേണ്ട കാര്യമില്ലല്ലോ. ആടൻ എന്തിനാ? ആടാൻ ഇവിടെ ഡാൻസ് ടീച്ചർ ഇല്ലേ? ഹെഡ് മാഷെ, സത്യം പറയാമല്ലോ, ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടല്ലോ, അത് പഠിപ്പിക്കാൻ ഇറങ്ങിയാലേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അതിന്റെ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് ഒരു അല്പം ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ചെറുത് കഴിച്ചു. പക്ഷെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് മാഷെ. മാഷിന്റെ അടുത്ത് ഞാൻ പലവട്ടം ഇത് പറഞ്ഞതാണ്, പക്ഷെ മാഷ് ഇത് കേട്ടിട്ടില്ല. മാഷെ, ഇനി ആവർത്തിക്കില്ല. ഇനി ഞങ്ങൾ ആവർത്തിക്കില്ല. ലഹരി വിരുദ്ധ ദിനത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കാതിരുന്ന പ്രശ്നമല്ലല്ലോ. കുട്ടികളാണിത് കണ്ടെത്തണം, അത് മനസ്സിലാക്കണം. പ്രിയ സാർ, ഞങ്ങളെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന മന്മഥൻ സാർ പാഠഭാഗങ്ങൾ വെറുതെ വായിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ ഫസ്റ്റ് പോർഷനും അടിവരയിടിച്ച് പുസ്തകം തീർന്നു. അടിവര ഇടിക്കലാണ് സാറിൻ്റെ പരിപാടി. അടിവര ഇടാനാണെങ്കിൽ വീട്ടിലിരുന്ന് പാഠപുസ്തകത്തിൽ വരച്ചാൽ മതിയാകുമല്ലോ. ഈ സാർ എന്തിനാ? നടപടി ഉണ്ടാകണം. മാഷെ, വലിയ പരാതി ഉണ്ട് മാഷെ പറ്റി. ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോ എനിക്കെതിരെ പരാതി തരാൻ വേണ്ടിയാണോ ഈ പെട്ടി കൊണ്ട് വെച്ചേക്കുന്നത്? നിങ്ങൾ ഈ ആടലും അടിവരടലും ഒക്കെ നിങ്ങൾക്കാണ്. അതാണ് പ്രശ്നം. പിന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഓരോ അധ്യാപകന്മാർക്കും ഓരോ ശൈലിയുണ്ട്. ഞാനിപ്പോ എന്റെ ഗുരുവായ വടക്കന്തര മാഷിന്റെ ശൈലിയാണ് ഞാൻ അനുകരിക്കുന്നത്. എനിക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റൂ. ഇത് പരാതിയായിട്ട് ഒരു കുട്ടി പറഞ്ഞതാണ്, അത് മനസ്സിലാക്കണം നമ്മൾ. അത്രേ ഉള്ളൂ. ഒരു കുട്ടിയല്ലേ പറഞ്ഞുള്ളൂ, വേറെ ഒരു കുട്ടികളും പറഞ്ഞല്ലോ. പക്ഷെ അടിവരയിട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് അതിൻ്റെതായ രീതിയുണ്ട്. എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഒരു വരയിട്ട പുസ്തകം മേടിച്ചാൽ അതിൽ എഴുതി കൊടുത്താൽ പോരെ, വെറുതെ വറക്കാൻ. അടുത്ത പരാതി എന്നെ കുറിച്ചാണെങ്കിൽ ഇത് എന്നെ കരുതി കൂട്ടി ഇവിടെ നിന്ന് മാറ്റാനായിട്ട് ആരൊക്കെയോ ശ്രമിക്കണമെന്ന് ഞാൻ പറയും.